ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് മി ഗ്രീഷ്മ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു മീഷോ ഹൗൾ എന്ന് പറയാം, കൂടെ ഒരു ആമസോൺ പ്രൊഡക്റ്റും കൂടി ഉണ്ട്. ഒരു ഹൗൾ വീഡിയോ തന്നെയാണ് കേട്ടോ. ഓക്കെ, കുറച്ച് ഓൺലൈനിൽ നിന്ന് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ്, കുറച്ച് ഡ്രസ്സസ്, അതുപോലെ തന്നെ 2 ഇയറിംഗ്സ്, ഒരു വാച്ച്, ഇത്രയും കാര്യങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് പർച്ചേസ് ചെയ്തിട്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഡ്രസ്സിൽ 3 കുർത്താസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 കുർത്താസും വാഷ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇതിന് മുമ്പ് ഞാൻ ഇട്ട റിവ്യൂസ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇട്ടിട്ട് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ഇടുമ്പോഴും നല്ല ഡിഫറെന്റ് ഉണ്ടായിരുന്നു. ചില ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ റിവ്യൂ ചെയ്തതിൽ 2 ഡ്രസ്സാണ് ഒന്ന് ചുരുങ്ങി പോകുന്നുണ്ട്, കയറി പോകുന്നുണ്ട്. നമുക്ക് അത്രയും ലെങ്ത്തിലുണ്ടായിരുന്ന കുർത്ത ലെങ്ത് കുറഞ്ഞ് കയറി നിൽക്കുന്നതായിട്ട് ഉള്ള ഫീല് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത് കുർത്താസിന്റെ കാര്യത്തിൽ കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്ന കുർത്ത എന്ന് പറയുന്നത് ഈ ഒരു കുർത്തയാണ്. ഇത് ടോപ്പ് വിത്ത് ബോട്ടം രണ്ടും ഉണ്ട്, ഷാളില്ല കേട്ടോ. കുർത്ത ഇത് ടോപ്പും ബോട്ടവും ആയിട്ടുള്ളൊരു കുർത്തയാണ്. ഇത് പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം. സെയിം കുർത്ത തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു കുർത്ത സെറ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്. ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് യു ടൈപ്പില് ഒരു വി കട്ടിംഗ് ആണ് സെന്ററിൽ വന്നേക്കുന്നത് കേട്ടോ. വി കട്ടിങ്, യു ഷേപ്പ് നെക്കാണ്, അതിൽ വി കട്ടിംഗ് ആണ് സെന്ററിൽ വന്നേക്കുന്നത്. ബാക്ക് റൗണ്ട് യു ഷേപ്പ് നെക്ക് തന്നെയാണ് ബാക്ക് വന്നേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ് 3/4 ആണ് കേട്ടോ. 3/4 ടൈപ്പാണ് സ്ലീവ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ വർക്ക്, നെക്കിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വർക്ക് വന്നിട്ടുണ്ട്. ഇത്രയും പോർഷനിൽ നമുക്ക് വർക്ക് വന്നിട്ടുണ്ട്. പാന്റിന്റെ മെറ്റീരിയൽ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വർക്കിൽ കൊടുത്തിട്ടുള്ള പാന്റിന്റെ മെറ്റീരിയൽ ആണ് ആ പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആ ഒരു പോർഷനിൽ ചുറ്റും നമുക്ക് ഒരു ഗോൾഡൻ കളറിൽ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അത് സ്ലിറ്റഡ് ആണ്, സ്ലിറ്റ് വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റ് ആണ്. ഓക്കെ, പിന്നെ ബാക്കി കംപ്ലീറ്റ്ലി വർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പ്യുവർ വൈറ്റ് അല്ല, ഇതൊരു ഗ്രേ ടൈപ്പ് വൈറ്റ് ആണ്. ഇതൊരു ഗ്രേ കളർന്നിട്ടുള്ളൊരു ഓഫ് വൈറ്റ് എന്നും പറയാൻ പറ്റില്ല, എങ്കിലും നമുക്ക് കാണുമ്പോൾ അകലെന്നൊക്കെ കാണുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുർത്ത ആയിട്ടാണ് ഫീൽ ചെയ്യുക. എന്നാൽ പ്യുവർ വൈറ്റ് അല്ല. നല്ലൊരു കുർത്ത സെറ്റാണ്. എന്റെ പേഴ്സണൽ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കുർത്ത സെറ്റ് തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് എനിക്ക് ഇത് ഇടാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ പാന്റ് വന്നിട്ട് ആംഗിൾ ലെങ്ത് പാന്റ് ആണ്, ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ആംഗിൾ ലെങ്ത് പാന്റ് ആണ്. കുറച്ച് ആംഗിൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ലെങ്ത് ഉണ്ട്, പക്ഷെ നമുക്കൊന്ന് മടക്കി വെച്ചാൽ സെറ്റ് ആവാവുന്നേ ഉള്ളൂ. പിന്നെ പ്രിന്റ് വർക്ക് തന്നെയാണ് പാന്റ് വന്നിട്ടുള്ളത് കേട്ടോ. പാന്റിന്റെ ആ ഒരു വർക്കാണ് നമുക്ക് നെക്കിന്റെ ആ ഒരു പോർഷനിൽ വെച്ചിട്ടുള്ളത് ഇവര്. എന്തായാലും നല്ലൊരു കുർത്ത സെറ്റാണ്. ഇതിന്റെ ബാക്കി ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇതിൽ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പിക്ചറിൽ കാണുന്ന സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. ഇതിൽ ഫാബ്രിക് പറഞ്ഞിട്ടുള്ളത് കോട്ടൺ ആണ്. കോട്ടൺ ഫാബ്രിക് അല്ല കേട്ടോ, ഇത് ഏകദേശം ക്ലോത്ത് ഒരു കോട്ടൺ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ 3/4 സ്ലീവ്സ് ആണ്, പ്രിന്റഡ് ആണ്, സിംഗിൾ സൈസ് ആണ് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മേടിച്ചിട്ടുള്ളത് മീഡിയം സൈസ് ആണ് കേട്ടോ. മീഡിയം ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ സൈസസ് ഏതൊക്കെ അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒന്നും അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. കുറച്ച് നാളായി ഞാൻ ഇത് നോക്കുന്നു. എന്റെ ഫ്രണ്ടിനൊന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആള് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഒരു 1 വീക്കോളായി ഞാൻ നോക്കിയിട്ട്. അപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, ഇപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. അത് അത്യാവശ്യം പോകുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് നമുക്ക് 4 സ്റ്റാർ ആണ് ഇതിൽ കാണുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് എനിക്ക് ലിങ്ക് ഇടാൻ പറ്റില്ല. അല്ലാത്ത ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലാത്ത പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഇനിയിപ്പോൾ സ്റ്റോക്ക് വന്നതിന് ശേഷം ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇപ്പൊ എന്തായാലും നമുക്ക് ലിങ്ക് ഇടാൻ പറ്റില്ല, ലിങ്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത്, ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 367 ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത്. 367 ഈ ഒരു ടോപ്പും ഈ ഒരു ബോട്ടവും ലാഭം തന്നെയാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൊഡക്റ്റ് ആണ്. ഞാനിങ്ങനെ പറയുന്നുണ്ടാവും നല്ല പ്രൊഡക്റ്റ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്നുണ്ടാവും. ആ റിവ്യൂ ചെയ്യുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചിട്ടുള്ള പ്രൈസും കൂടി നിങ്ങളൊന്ന് നോക്കുക. ഒരു 300 രൂപയ്ക്ക് നമുക്കൊരു പാന്റും ടോപ്പും കിട്ടുക, അതേ ആ സെയിം പ്രൊഡക്റ്റ് തന്നെ നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഒരു 300 രൂപയ്ക്ക് 3000 രൂപയുടെ ക്ലോത്ത് വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് എന്തായാലും കിട്ടില്ല. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. 300 രൂപയ്ക്ക് അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയലും അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സും തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഡെയിലി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അധികം നാൾ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഡാമേജ് കാര്യങ്ങൾ ഉണ്ടാവും. കാരണം 300 രൂപയുടെ സാധനം അല്ലെങ്കിൽ 400 രൂപയുടെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ക്വാളിറ്റി തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. നല്ല ക്വാളിറ്റിക്ക് നല്ല സാധനം
വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 2000, 3000, 4000 പിന്നെ അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമ്മൾ ഈ നല്ല പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 300 രൂപയ്ക്ക് നമുക്ക് ഇത് ലാഭം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ 400 രൂപയ്ക്ക് അല്ലെങ്കിൽ 500 രൂപയ്ക്കൊക്കെ ലാഭം എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒരു സെൻസിൽ നിങ്ങളൊന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് 372-നാണ് ഓഫർ പ്രൈസ്. 372-നാണ് ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത്. പക്ഷെ ഇവര് നല്ല രീതിയിൽ ഓഫർ പ്രൈസ് ഇത്ര കട്ട് ചെയ്തിട്ട് ഇത്ര പ്രൈസ് കട്ട് ചെയ്തിട്ട് ഇത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിടും. അന്ന് 372-ന് ഞാൻ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അതിനെ കുറച്ച് കൂടുതൽ 2-3 രൂപ കൂടുതലാണ് അതിന്റെ ഒറിജിനൽ പ്രൈസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇതിൽ 367 ഒറിജിനൽ പ്രൈസ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പൊ ഓഫർ വന്നേക്കുന്നത് 366, പക്ഷെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത്. ഞാൻ മേടിച്ചിട്ടുള്ളത് 372. 372-ന് ഇത് എനിക്ക് ലാഭമാണ്. അതേസമയം നമ്മൾ ഡെയിലി യൂസിനൊക്കെ വേണ്ടിയിട്ട് ടീഷർട്ടും പാന്റും ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഒരു പാന്റിന് നമുക്ക് 180, 200, 220 അല്ലെങ്കിൽ ഒരു ടീഷർട്ടിന് നമുക്ക് വരുന്നത് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടീഷർട്ടിന് ചുരുങ്ങിയത് ഒരു 150 രൂപയെങ്കിലും വരും. ഓക്കെ, അപ്പൊ ആ പാന്റും ടീഷർട്ടും കൂടിയിട്ട് നമുക്ക് എങ്ങനെ പോലും ഒരു 300, 350, 400 അടുത്തെങ്കിൽ നമുക്ക് ഒരു സെറ്റായിട്ട് നമുക്ക് വാങ്ങേണ്ടി വരും. അതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കി നോക്കും. ഇത് കൂടുതലായിട്ട് ഇത് വാങ്ങേണ്ടത് നമുക്ക് കൂടുതലായിട്ട് പുറത്തു പോകേണ്ട സിറ്റുവേഷൻ വരുന്നത് ഓഫീസ് വർക്കുള്ള ആൾക്കാർ, വർക്കിന് പോകുന്ന ആൾക്കാർ, കോളേജിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ മാറ്റി ഒരേ ഡ്രസ്സ് നമുക്ക് എന്നും ഇട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ് നല്ല ഡ്രസ്സ്, നല്ല കാണാൻ ഭംഗിയുള്ള ഡ്രസ്സ് നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോളേജിലും ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ളതാണ് ഇതൊക്കെ കേട്ടോ. ഈ ഓൺലൈൻ ഷോപ്പിംഗിൽ എനിക്ക് മീഷോ ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കടന്നു പോകുന്ന ആൾക്കാർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം പറ്റും ഇത്. കാരണം ഒരു ദിവസം ഇട്ട ഡ്രസ്സ് പിന്നെ കുറച്ച് നാളത്തേക്ക്, ഒരു മാസം അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിഞ്ഞിട്ടേ നമുക്ക് ഇടാൻ തോന്നുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇന്നിട്ട് ഡ്രസ്സ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അല്ലെങ്കിൽ പിറ്റത്തെ ആഴ്ച എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് പറ്റിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് ഡ്രസ്സ് കാര്യങ്ങൾ ബേസ് നമ്മൾ പെണ്ണുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർണമെന്റ്സിനോടും ഡ്രസ്സിനോടും കൂടുതലായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ്. ഇന്നത്തെ ഡ്രസ്സ് 2 ദിവസം കഴിഞ്ഞിട്ടോ 3 ദിവസം കഴിഞ്ഞിട്ടോ ഇടാൻ നമുക്ക് തോന്നാറില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഈ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് സംസാരിച്ച് ചടപ്പിക്കുന്നില്ല. നല്ല രീതിയിൽ ചടപ്പ് നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാൻ പറയാണ്, എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്ന വീഡിയോയിലെന്നുള്ളൂ. അപ്പൊ ഈ ഒരു കുർത്ത സെറ്റ് നല്ലൊരു കുർത്ത സെറ്റ് ആണ്. ഞാൻ എന്തായാലും നമുക്ക് ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ എന്തായാലും ലിങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയോളായിട്ട് നമുക്കിതിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുർത്ത സെറ്റ് ആണ്. ഇത് നിങ്ങൾ നമ്മുടെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുർത്ത സെറ്റ് ഇട്ടിട്ടുള്ള ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാഷ് ഔട്ട് ചെയ്തതിന് ശേഷമുള്ളത് തന്നെയാണ് കേട്ടോ. വീനെക്ക് ആണ് വന്നിട്ടുള്ളത്. വീനെക്ക് ഒരു വേറെ തന്നെ ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു വീനെക്ക് ആണ്. ഇതില് വർക്ക് വന്നിട്ട് ഇതിൽ വർക്ക് ഉണ്ട്, ത്രെഡ് വർക്ക് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഗിൽറ്റി ടൈപ്പുള്ള ഒരു വർക്കും ഇതിൽ വെച്ചിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് 3/4 തന്നെയാണ് സ്ലീവ് വന്നിട്ടുള്ളത്. സ്ലിറ്റഡ് ആണ്, ഫുള്ളി പ്രിന്റഡ് ആണ്. ഒരു പിങ്കും പീച്ചും കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ലൈറ്റ് പീച്ചൊക്കെ കളർ മിക്സ് ചെയ്തിട്ടുള്ള വൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കുർത്ത സെറ്റ് ആണിത്. ഇത് സ്ലിറ്റഡ്, ഞാൻ ഓൾറെഡി പറഞ്ഞു സ്ലിറ്റഡ് ആണ്. അത്യാവശ്യം ലെങ്ത് ഉള്ള കുർത്ത സെറ്റ് തന്നെയാണ്. പാൻസും ടോപ്പും സെയിം ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അതാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് കണ്ടത്. അതുകൊണ്ടാണ് ഇത് എനിക്ക് എടുക്കാൻ തോന്നിയത്. രണ്ടും സെയിം മെറ്റീരിയലിൽ സെയിം പ്രിന്റ് വർക്കിൽ വന്നതുകൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. നെക്ക് വി ടൈപ്പ് ആണ്, അത് എനിക്കിഷ്ടമായി. ഓക്കെ, ഈ ഒരു പോർഷൻ മാത്രമേ വേറെ വർക്കായിട്ട് വന്നിട്ടുള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ കോളേജിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കുർത്ത സെറ്റ് തന്നെയാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു കുർത്ത സെറ്റ് ആണിത്. ഇതിന്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് റയോൺ ആണ് പറയുന്നത്. റയോൺ മെറ്റീരിയൽ തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് ക്ലോത്ത് അധികം നാളങ്ങനെ ഈ ഒരു കളർ ഷെയ്ഡിൽ തന്നെ നിൽക്കുന്നു നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് എന്താ പറയാ, കളർ ഇളകുന്നൊന്നുമില്ല, പക്ഷെ അത് മങ്ങി വരും. പയ്യെ അതങ്ങ് മങ്ങി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ സെയിം മെറ്റീരിയലിൽ മുന്നേ ഞാനൊരു കഫ്താൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് എന്താ പറയാ എടുത്ത് മാറ്റാൻ ഉള്ള ലെവലിലേക്ക് എത്തും. കാരണം കളർ മങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ഷൈനിങ് പോയല്ലോ, കളർ മങ്ങി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് സ്മോള്, മീഡിയം, XXL ഇത്രയും സൈസസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാർട്ടർ സ്ലീവ് ആണ്. പിന്നെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 580 ആണ് ഇതിന്റെ റേറ്റ് കൊടുത്തിട്ടുള്ളത്. 580-ന് ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ മേടിച്ചത് 585-നാണ് ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലോത്തിന്റെ എന്താ പറയുക ക്വാളിറ്റി കാര്യങ്ങളൊന്നും വല്ലാണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും റേറ്റിലുള്ളത്. പക്ഷേ
ഒറ്റ വാഷ് ഔട്ടിൽ നമുക്കത് ചുരുങ്ങി പോവുക, കയറി പോവുക, അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയാം. ഇതിപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം ഒരു കുഴപ്പമില്ല, ആ സെയിം നമ്മൾ വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഉണ്ട്. ആ വക ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. 580 585 ഒരു പാൻസും ടോപ്പും കൂടിയിട്ട് കിട്ടിയതാണ്, സെറ്റാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കും കോളേജിൽ പോകുന്ന ആൾക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് കുർത്ത എന്ന് പറയുന്നത് ഈ ഒരു കുർത്തയാണ്. ഞാൻ എല്ലാത്തിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ വെക്കാം. എനിക്ക് ഇതിന്റെ നെക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്, പിന്നെ നമുക്ക് ഒരു എന്താ പറയാ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കൊന്ന് അടുത്ത് എവിടെയെങ്കിലും ഒക്കെ പോകേണ്ട സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഈ ഒരു കുർത്ത എന്ന് പറയുന്നത്. കുർത്ത സെറ്റ് അല്ല, ഇതിൽ പാൻറ് വന്നിട്ടില്ല, ഈ ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ. ഭാഗ്യത്തിന് ഞാൻ മുന്നേ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ചുരിദാർ സെറ്റിന്റെ ഒരു വീഡിയോ ഇട്ടേല് ഈ സെയിം ഡാർക്ക് ഗ്രീൻ പാൻറ് എനിക്കതിൽ ആ ഒരു ചുരിദാറിൽ ഉണ്ടായിരുന്നു. ഒരു ആംഗിൾ ലെങ്ത് പാൻറ് ആണ്, അതുകൊണ്ട് തന്നെ ആ പാൻറിന്റെ ഒപ്പം എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതിലൊരു ഈ ഒരു നെക്കിന്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ചുറ്റോറ നമുക്ക് വൈറ്റ് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നെക്കാണ് എനിക്ക് കൂടുതലായിട്ട് എന്നെ ആകർഷിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു നെക്ക് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പ് ഓർഡർ ചെയ്തത് കേട്ടോ. പക്ഷേ ക്ലോത്ത് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, ക്ലോത്ത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. പിന്നെ ഇട്ടപ്പോഴാണെങ്കിലും എനിക്ക് എന്തോ കോളർ എനിക്ക് ചേരാത്തതാണെന്ന് തോന്നുന്നു കേട്ടോ. കോളർ സൈസ് ഡ്രസ്സ് ചിലപ്പോൾ എനിക്ക് മാച്ചല്ലാത്തത് കൊണ്ടാവാം, എന്തോ എനിക്ക് ഇവിടേക്ക് ഒന്ന് പിടിച്ച പോലെയും അങ്ങനെ ഒരു ഫീലൊക്കെ തോന്നുന്നു. എനിക്ക് ഒരു വൃത്തി എനിക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് തന്നെ ഒരു കംഫർട്ട് ഫീൽ ചെയ്യണമല്ലോ, അങ്ങനെ ഫീൽ ചെയ്തില്ല. എന്താ പറയാ, അതുകൊണ്ട് എനിക്ക് ഇത് മാത്രമല്ല, ഇതിന്റെ ക്ലോത്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കഴുകി കഴിഞ്ഞ് ഞാൻ വാഷ് ഔട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ചുരുങ്ങി ഞാൻ കഴുകിയതിന് ശേഷം അയൺ ചെയ്തു, നല്ല രീതിയിൽ അയൺ ചെയ്യാൻ ടൈം എടുത്തു. എന്നിട്ടും ഈ സെയിം അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ ചുളിവ് മാറിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല, എങ്കിലും ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് അങ്ങനെ അറിയില്ല കേട്ടോ, അടുത്തെത്തുമ്പോൾ മാത്രമേ അറിയുള്ളൂ. കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ക്ലോത്ത് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. ക്ലോത്ത് പ്രശ്നമില്ല എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് വാങ്ങാം. ഞാൻ പറയാൻ വിട്ടു, ഈ സ്ലീവിന്റെ ഈ ഒരു അറ്റത്ത് നമുക്ക് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. നെക്കിന്റെ സെയിം മെറ്റീരിയലിൽ ഒരു ഡാർക്ക് ഗ്രീനിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ പ്രിന്റ് വന്നിട്ടുള്ളത് ഒരു സ്കൈ ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ കളറിലാണ് പ്രിന്റ് വർക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഗ്രീൻ ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് അറിയില്ല, ഗ്രീൻ അല്ല കേട്ടോ, ഒരു ഡാർക്ക് ബ്ലൂവും സ്കൈ ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. നെക്ക് ഡാർക്ക് ഗ്രീൻ ആണ്. കാണാൻ വൃത്തികേടൊന്നുമില്ല, അത്യാവശ്യം ലെങ്ത് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടോപ്പ് തന്നെയാണ്. പക്ഷെ ക്ലോത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിന്റെ എന്താ പറയാ റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം. ഇതിന്റെ ഫാബ്രിക് ഇവർ പറഞ്ഞിട്ടുള്ളത് കോട്ടൺ ആണ്. കോട്ടൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കോട്ടൺ അല്ല, ഒരു കോട്ടൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഇത് സിംഗിൾ ആണ്, പാൻസ് ഇല്ലാതെ ഒരു ടോപ്പ് മാത്രം, ഒരു കുർത്ത മാത്രമായിട്ട് വന്നിട്ടുള്ള ഒരു സെറ്റാണിത്. അതുപോലെ തന്നെ ഇതിന്റെ സൈസസ് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസസ് അവൈലബിൾ ആണ്. പിന്നെ 4 സ്റ്റാർ ഉണ്ട് കേട്ടോ, ഇതിന് 4 സ്റ്റാർ ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് റേറ്റ് കൊടുത്തേക്കുന്നത് 279 ആണ് ഓഫർ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഇതിൽ കാണിക്കുന്നില്ല. ഓക്കെ, ഇതിൽ ഓഫർ പ്രൈസ് കൊടുത്തിട്ട് ഇതിന്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒന്ന് ഇത്, പിന്നെ വേറൊരു കളർ, ഒരു നെക്കൊക്കെ സെയിം കളർ തന്നെയാണ്. പക്ഷെ ഈ ഒരു ബോഡി കളർ വേറൊരു എന്താ പറയാ ഒരു പീച്ച് കളർ ടൈപ്പ് അവൈലബിൾ ആണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 279 ആണ് ഓഫർ പ്രൈസ് കാണിക്കുന്നത്. ഞാൻ മേടിച്ചിട്ടുള്ളത് ഡെലിവറി ചാർജ് അടക്കം 344 ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. 344 എനിക്കിത് നഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ റിട്ടേൺ അയച്ചിട്ടില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് നെക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ 344 ഇത് വാങ്ങണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. ഇനിയിപ്പോൾ ആ നെക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയ പോലെ തന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വാങ്ങാം, കുഴപ്പമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റിയത് തന്നെയാണ് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാം. ഓവറായിട്ട് നല്ലൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു ഐറ്റം ആണെന്ന് ഞാൻ അതിൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്ത സെറ്റ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ടോപ്പ് വിത്ത് ബോട്ടം. ഓക്കെ, രണ്ടും കൂടിയിട്ടുള്ളൊരു സെറ്റാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാനിത് 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇടാൻ പോകുന്നത്. കുർത്താസിൻ്റെ ഒരു സെക്ഷനായിട്ടും അതുപോലെ തന്നെ ബാക്കി സാരി, ഇയറിങ്സ് കാര്യങ്ങൾ നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ടാണ് ഞാൻ കാണിക്കുക കേട്ടോ. കാരണം അത്യാവശ്യം ലെങ്തി വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ആ വീഡിയോയിൽ ഞാൻ പറയാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്ത സെറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡിസൈൻസ് വൈസ് മെയിനായിട്ട് ഞാനിത് വാങ്ങാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ പാൻസ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണ് ഞാനത് എടുത്തത് കേട്ടോ. എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. നമ്മളത് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം യാതൊരു പ്രശ്നവും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ലൊരു സെറ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. നമുക്ക് ഈ ഒരു പ്രൈസിൽ ഓക്കെയാണ് ഈ ഒരു കുർത്താസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. നിങ്ങൾക്കും ഓക്കെ ആവുമെന്ന്
വിചാരിക്കുന്നു. ഓഫീസ് ആൻഡ് കോളേജ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് കുർത്ത സെറ്റ് ഇതാണ്. പിങ്ക് പീച്ച് കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളത്. ഇതിൻ്റെ നെക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഫുൾ നമ്മുടെ പാൻസിനും നമ്മുടെ ആ ടോപ്പിനും സെയിം പ്രിൻറ്റ് വർക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇടുമ്പോഴാണെങ്കിലും നല്ല സെറ്റായിട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടാണ്. എനിക്ക് ഓക്കെയാണ്. ഈ ഒരു അഫോർഡബിൾ പ്രൈസാണ് ഇതിൽ കേട്ടോ. നമുക്ക് വെർത്താണ്. ഈ ഒരു പ്രൈസിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെർത്താണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ നല്ലൊരു സെറ്റ് തന്നെയാണ് ഇത്. അത്യാവശ്യം ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ കഴുത്ത് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഡിസൈൻ വൈസ് ആയിക്കോട്ടെ നല്ലൊരു പ്രിൻറ്റ് വർക്കാണ്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത് ടോപ്പ് മാത്രമാണ് കേട്ടോ. നമുക്ക് പാൻസില്ല. ഞാനത് ഗ്രീൻ പാൻസിനോടൊപ്പം സിഗരറ്റ് പാൻസിനോടൊപ്പമാണ് ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് വൈറ്റ് പ്ലാസ പാൻറ്റിനോടൊപ്പമാണ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയത് കേട്ടോ. കുറച്ചുകൂടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ട് കിടക്കുന്നത് എനിക്ക് അതായിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പലാസ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ലൊരു നെക്ക് കാര്യങ്ങൾ നമുക്കിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ മീൻസ് നമുക്കത് അയൺ ചെയ്ത് നീറ്റാക്കി കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. നല്ലോണം ടൈം എടുക്കും. അതിൻ്റെ ആ ഒരു നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം അതൊന്നും ആ ചുളിവൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ മെറ്റീരിയൽ വൈസ് എനിക്ക് വലിയ സുഖമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ കാണുമ്പോഴുള്ളൊരു ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു നെക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നെക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് കണ്ടിട്ട് എടുത്തത് തന്നെയാണ്. അപ്പോൾ ടോപ്പ് മാത്രമേ ഉള്ളൂ. എങ്കിലും കോളേജ് ആൻഡ് ഓഫീസ് വെയറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.